ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പ് കാല ധ്യാനത്തിൻ്റെ 39ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ടായിരിക്കും, ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താ അച്ഛാ എന്നാ പറ്റി, സ്വരമൊന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ എന്ന്. ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ടിങ്ങനെ സിക്കാകാൻ തുടങ്ങിയായിരുന്നു. അപ്പം അത് അല്പം വേഴ്സ്റ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ടൗൺസ്വിൽ എന്നുള്ള സ്ഥലത്താണ്. അവിടെ ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനങ്ങൾക്ക് മുടക്കം വരരുത്. നമ്മുടെ മാർഗം സീരീസ് മുടങ്ങരുത്. കർത്താവിൻ്റെ പദ്ധതി പോലെ എല്ലാം നിങ്ങളിലേക്ക് നന്നായിട്ട് എത്തണം. ഇത് പ്രാർത്ഥനയിൽ ഓർക്കുക. ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ എടുത്തു. ഒരല്പം ടയർഡാണ്, പക്ഷേ നമുക്കൊരുമിച്ച് ഈ യാത്ര മുന്നോട്ട് പോകാം. കർത്താവ് അനുവദിക്കുന്നിടത്തോളം, കർത്താവ് മനസ്സാകുന്നിടത്തോളം നമുക്കൊരുമിച്ച് നടക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്താൽ മതി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ മരണത്തിന് ശേഷം, കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഒരു ഡീറ്റെയിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്കത് കാണാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ നമ്മൾ കാണുന്ന, അപ്പോൾ നമ്മൾ ഓർക്കും ഒരു അഡീഷണൽ ഡീറ്റെയിൽ ചേർത്തന്നേ ഉള്ളൂ എന്ന് വിചാരിക്കും. അല്ല, അത് ഏറ്റവും ആഴമേറിയ ദൈവിക വെളിപാടിൻ്റെ നേരമാണ്. ദ ഡീപ്പസ്റ്റ് റെവലേഷൻ നടക്കുന്ന ഒരു നേരം. അതാണ് ഇന്നത്തെ മാർഗത്തിൻ്റെ 39ാമത്തെ അധ്യായത്തിൻ്റെ ധ്യാനം. ഏതാ അത്? എന്താ അത്? ജീസസ് സൈഡ് പിയേഴ്സ്ഡ്, അവൻ്റെ പിളർക്കപ്പെടുന്ന പാർശ്വം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നു. അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകുന്നു. അപ്പോൾ ഇത് കർത്താവിൻ്റെ മരണത്തെ സ്ഥിരീകരിക്കാൻ ചെയ്യുന്നതാണ്. അവർ കണങ്കാലുകൾ തകർക്കുന്നില്ല, പണ്ടേ മരിച്ചു കഴിഞ്ഞു, എന്നാലും ഒന്ന് ഉറപ്പുവരുത്താൻ അവൻ്റെ പാർശ്വത്തിലൊരു കുത്തും കൂടെ കൊടുക്കുന്നു. അവർ ശ്രമിച്ചത് മരണത്തിൻ്റെ തെളിവാണ് അവർ തേടിയത്. പക്ഷേ അവർക്കും ലോകത്തിനും കിട്ടിയത് ഒരടയാളമാണ്. എന്തിൻ്റെ? ലിവിങ് ലൈഫ്, ജീവൻ്റെ അടയാളമാണ്. തേടിയത് മരണത്തിൻ്റെ തെളിവ്, ലഭിച്ചത് ജീവൻ്റെ അടയാളം. അവൻ്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. അതായത് കുരിശ് കർത്താവ് പാപം പൊറുത്ത സ്ഥലം മാത്രമല്ല. തീർച്ചയായിട്ടും കുരിശിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പൊറുതിയായിരുന്നു, പാപം പൊറുത്ത സ്ഥലമാണ്. പക്ഷേ അതുമാത്രമല്ല, ബട്ട് ക്രിയേറ്റ്സ് ദ ചർച്ച്. സഭയെ കർത്താവ് നിർമ്മിച്ച, സഭയെ രൂപപ്പെടുത്തിയ ഇടം കൂടിയാണ് കുരിശ്. പാപങ്ങൾ പൊറുത്ത ഇടം മാത്രമല്ല, സഭയെ ക്രിയേറ്റ് ചെയ്ത, സൃഷ്ടിച്ച സ്ഥലം കുരിശാണ്. നമ്മൾ ഇന്ന് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ പാർശ്വം പിളരുന്ന ആ കാഴ്ച കാണുമ്പോൾ, സ്ലീവായിൽ കിടക്കുന്ന കർത്താവിൻ്റെ പാർശ്വത്തിലേക്ക് കുന്തമാഴ്ന്നിറങ്ങുന്നതും അവൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകി ഇറങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മണവാളൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് മണവാട്ടി പിറവിയെടുക്കുന്നു. മണവാളൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് മണവാട്ടി പിറവിയെടുക്കുന്നു. ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് കൂദാശകൾ പുറത്തേക്കൊഴുകുന്നു. നമ്മുടെ കർത്താവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് സഭയുടെ അമൂല്യ സ്വത്തായ കൂദാശകൾ പുറത്തേക്കൊഴുകുന്നു. സ്നേഹത്തിൻ്റെ മുറിവിൽ നിന്ന്, ദ വൂണ്ട് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ മുറിവിൽ നിന്ന് പുതിയൊരു മനുഷ്യകുലം രൂപപ്പെടുകയാണ്. കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യകുലത്തിൻ്റെ പിറവി നമ്മൾ കാണുന്നു. അതായത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, സഭ മനുഷ്യനിർമ്മിതമല്ല, അത് മാനുഷിക പ്രവൃത്തിയുടെ ഫലമല്ല. ചർച്ച് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ഹ്യൂമൻ എഫേർട്ട്, ബട്ട് ബോൺ ഫ്രം ദ ഹാർട്ട് ഓഫ് ദ ക്രൂസിഫൈഡ്. ക്രൂശിതൻ്റെ ഹൃദയത്തിൽ നിന്ന് പിറവിയെടുത്തതാണ് സഭ.
മണവാളൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് മണവാട്ടി പിറവിയെടുക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഈ ഒറ്റ കാഴ്ചയാണ്. വചനം മുമ്പ് സൂചിപ്പിച്ചതാണ്, ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. വായിക്കണേ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. താഴേക്ക് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയിലും തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് അവൻ്റെ കാലുകൾ തകർത്തില്ല, പാർശ്വം അവർ തുളച്ചു. എന്നിട്ട് യോഹന്നാൻ അല്പം കൂടെ ഒന്ന് എംഫസൈസ് ചെയ്യുകയാണ്. ഇത് വെറുതെ പറയുകയല്ലടാ, ഇത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. എംഫസൈസിങ്, അതായത് യോഹന്നാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇത് ഞാൻ കവിത എഴുതി വച്ചിരിക്കുകയല്ല, ഇതെൻ്റെ പോയമല്ല, ഇതെൻ്റെ കവിതയല്ല, ഇത് ചരിത്രമാണ്, ഇത് നേരാണ്, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് വെളിപാടാണ്. ദിസ് ഈസ് ഹിസ്റ്ററി, ദിസ് ഈസ് റെവലേഷൻ. ഇത് ചരിത്രമാണ്, ഇത് വെളിപാടാണെന്ന് യോഹന്നാൻ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലേക്ക് പോകാം. ഇന്ന് കർത്താവിൻ്റെ പിളർക്കപ്പെട്ട പാർശ്വവും കണ്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോണ്ടല്ലോ പ്രിയമുള്ളവരെ, ഒരു 4-5 ഇടങ്ങളിലായിട്ട് എത്ര ഭംഗിയായിട്ടെന്നറിയാമോ ഈ പഴയ നിയമവും ഈ കാഴ്ചയും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇന്ന് സാധിക്കുന്നവരൊക്കെ, ഞാനിപ്പോൾ ആ ഭാഗം എടുത്ത് വായിച്ചില്ലെങ്കിലും നിങ്ങൾ എടുക്കണം. ഞാൻ കഴിവതും ശ്രമിക്കാം. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ടാണെങ്കിലും അതെടുത്ത് വായിക്കണം. ഒന്നാമത്തത്, പഴയ നിയമത്തിൽ ഒന്നാമത്തത് ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ എടുത്ത് നമുക്ക് ഒരുമിച്ച് വായിച്ചും ധ്യാനിച്ചും ഒക്കെ പോകാം, കുറയ്ക്കണ്ട. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 2 വേഴ്സസ് 21 to 23 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ആദം നിദ്രയിലാണ്ട് കിടക്കുന്നു. ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ആരെ മെനഞ്ഞെടുക്കുന്നു? ഹൗവായെ, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായവളെ രൂപപ്പെടുത്തുന്നു. ഇനിയാണ് നമ്മൾ കുരിശിലേക്ക് നോക്കേണ്ടത്. കുരിശിൽ പുതിയ ആദം നിദ്രയിലാണ്. മരണം നിദ്രയാണ്. ഈശോ പറഞ്ഞില്ലേ, ബാലിക മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന്. കുരിശിൽ പുതിയ ആദം ഗാഢനിദ്രയിൽ ആണ്ട് കിടക്കുമ്പോൾ ആ പുതിയ ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് പുതിയ ആദത്തിൻ്റെ മണവാട്ടി രൂപപ്പെടുന്നു, സഭ രൂപപ്പെടുന്നു. അപ്പം നിങ്ങൾ ഓർക്കരുത്, ഇത് കേവലം ഒരു ഭാവനയല്ലേ, ഇത് ഭാവനയല്ല, ഇത് ഡിവൈൻ പാറ്റേൺ ആണ്, ദൈവീകമായൊരു ക്രമമാണ്. സൃഷ്ടിയിൽ ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹൗവ, ഇവിടെ പുതിയ ആദമായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്ന് സഭ രൂപം കൊള്ളുന്നു. അടുത്തത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം. ദ ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 17 വേഴ്സ് 6. അവിടെ നമ്മൾ കാണുന്നു, മോശയോട് കർത്താവ് പറയുന്നു, വടിയെടുത്ത് പാറമേൽ അടിക്കുക, ആ പാറയിൽ നിന്ന് ജലമൊഴുകുന്നു. ഇസ്രായേലിൻ്റെ യാത്രയിൽ ദാഹിച്ചു വലഞ്ഞ ജനത്തിന് ജലം ലഭിക്കാൻ പാറമേൽ വടികൊണ്ടടിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നോക്ക്, കുരിശിലേക്ക് നോക്ക്. മിശിഹായാണ് ആ പാറ, മിശിഹായാണ് ആ പാറ. ആ പാറമേൽ അന്ന് വടികൊണ്ട് മോശ അടിച്ചെങ്കിൽ ഇവിടെ പടയാളി കുന്തം കൊണ്ട് കുത്തുന്നു. ആ പാറ പിളർക്കപ്പെടുന്നു. പാറയിൽ നിന്നൊഴുകി ഇറങ്ങുന്ന ജലം, അന്ന് മോശ അടിച്ച പാറയിൽ നിന്നൊഴുകിയ ജലം
ജനത്തിന് ജീവൻ കൊടുത്തെങ്കിൽ ഇവിടെ മിശിഹായാകുന്ന പാറയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ജലം നിത്യജീവന് കാരണമാകുന്നു. ഗീവ്സ് us ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ നമുക്ക് നൽകുന്നു. ഇനി മൂന്നാമത്തത്, പഴയ നിയമത്തിൽ നിന്ന് ദ പാസ് ഓവർ ലാംബ്, പെസഹ കുഞ്ഞാട്. പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നത് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം എക്സഡസ് ചാപ്റ്റർ 12 വേഴ്സ് 46. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 46-ാം വാക്യം. പുറപ്പാട് 12:46. പെസഹ ആചരിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കുകയാണ്. പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം. മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത്. അടുത്തത്, ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. ആടിൻ്റെ അസ്ഥി തകർക്കരുത്. പുതിയ പെസഹ കുഞ്ഞാട്, യഥാർത്ഥ പെസഹ കുഞ്ഞാട്, ആ പെസഹ കുഞ്ഞാടിനെ ബലിയായി സമർപ്പിക്കപ്പെടുമ്പോൾ അന്ന് പെസഹായിൽ സംഭവിച്ചത് ആവർത്തിക്കപ്പെടുന്നു. കുഞ്ഞാടിൻ്റെ അസ്ഥി ഒടിക്കുന്നില്ല, അസ്ഥി തകർക്കപ്പെടുന്നില്ല. കൂടെ കുരിശിൽ തറച്ചവരുടെ കണങ്കാലുകൾ തകർത്തെങ്കിലും ഇവിടെ കുഞ്ഞാടിൻ്റെ അസ്ഥി തകർക്കപ്പെടുന്നില്ല. അടുത്തത്, നാലാമത്തത്, എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് വലത്തുവശം വഴി പുറത്തേക്കൊഴുകുന്ന കൃപയുടെ അരുവിയെക്കുറിച്ചുള്ള സൂചന. ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വഴി പുറത്തേക്കൊഴുകുന്ന കൃപയുടെ അരുവി. പുതിയ നിയമത്തിൽ ആരാണ് ദേവാലയം? സുവിശേഷത്തിൽ ഈശോ ദേവാലയമാകുന്നു. ഈശോ പറയുന്നു, നിങ്ങൾ ഈ ദേവാലയം തകർക്ക്, 3-ാം നാൾ ഞാനിത് പുതുക്കി പണിത് കാണിച്ചു തരാം. അപ്പോൾ ആരാണ് ദേവാലയം? ഈശോ ദേവാലയം. എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് പുറത്തേക്ക് അരുവി ഒഴുകി. ആ അരുവി കൃപയുടെ ഒഴുക്കാണ്. ഇവിടെ യഥാർത്ഥ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് കൃപയുടെ അരുവി നിർഗളിക്കുകയാണ്. മിശിഹായുടെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയിറങ്ങുന്നു. ഇനിയും സക്കറിയായുടെ പുസ്തകം 5-ാമത്തേതാണ്, പഴയ നിയമത്തിലുള്ള 5-ാമത്തെ കണ്ടെത്തൽ. സക്കറിയായുടെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. സക്കറിയ 12:10. ബൈബിൾ എടുക്കുക, വായിക്കുക. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അടുത്തത്, അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. കുത്തിമുറിവേൽപ്പിച്ചവനെ ഓർത്ത് അവർ കരയും. കുത്തിമുറിവേൽപ്പിച്ചവനെ ഓർത്ത് അവർ കരയും. അപ്പോൾ കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടവൻ, അത് കുരിശിൽ നമ്മൾ കാണുന്നു. ഇനി ആ കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടവനിലേക്ക് നോട്ടം ഉയരുന്നത് കാണണോ? വെളിപാട് പുസ്തകത്തിലേക്ക് വരട്ടെ. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. വെളിപാട് 1:7 നമ്മൾ വായിക്കുന്നത്, ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയിലും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവർ അവനെ കാണും. അപ്പോൾ ഇത് ബൈബിളിൽ ആകമാനമുള്ളൊരു പാറ്റേൺ, നേരത്തെ പറഞ്ഞ ഡിവൈൻ പാറ്റേൺ നമുക്ക് മനസ്സിലാവുകയാണ്. രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ഈ കർത്താവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നതും അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകുന്നതില്ലേ, എഗെയിൻ ഇതൊരു പാലമാണ്. ഇറ്റ്സ് ദ ബ്രിഡ്ജ്. ഇന്നലത്തെ മാർഗം 38-ാമത്തെ അധ്യായം മാർഗത്തിൽ നമ്മൾ കണ്ടത് ബലി പൂർത്തിയായി, എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. 38-ാമത്തെ അധ്യായത്തിൽ സാക്രിഫൈസ് ഇസ് കംപ്ലീറ്റ്, ബലി പൂർത്തിയായി. മാർഗത്തിൻ്റെ 39-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സഭ പിറവിയെടുക്കുന്നു. അപ്പോൾ ബലി പൂർത്തിയായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലൈമാക്സ് ആകുന്നില്ല, പാലമാണ്. 39-ാമത്തെ അധ്യായം എത്തിയപ്പോൾ കണ്ടോ, സഭ പിറവിയെടുക്കുന്നു. അതായത് മിശിഹായുടെ മരണം അവസാനമല്ല, അത് ഉറവ പൊട്ടുകയായിരുന്നു. മിശിഹായുടെ മരണം അവസാനമല്ല, എൻഡല്ല. ഇറ്റ് വാസ് എ ഫൗണ്ടൻ. അത് ഉറവ പൊട്ടിയ നേരമാണ് കർത്താവിൻ്റെ മരണം. സഭയുടെ ഗർഭപാത്രമായി കർത്താവിൻ്റെ മുറിവ് മാറുകയാണ്. ആ മുറിവാണ്, കർത്താവിൻ്റെ പാർശ്വമാണ് സഭയുടെ ഗർഭപാത്രം. സഭ പിറവിയെടുത്തത് ആ മുറിവിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക്
പിതാക്കന്മാരിലേക്ക് പോകാം. അഗസ്തീനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് പറയുന്നത് കൂദാശകളുടെ രഹസ്യമാണ്, ദ സാക്രമെൻ്റൽ മിസ്റ്ററിയാണ് അഗസ്തീനോസ് പുണ്യാളൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ബ്ലഡ്, ഈ വാട്ടർ, ഈ രക്തം, ഈ ജലം, അത് കൂദാശകളെ സൂചിപ്പിക്കുന്നു, അത് ജീവൻ കൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആദത്തിൽ നിന്ന് ഹൗവ രൂപപ്പെട്ടതുപോലെ മിശിഹായിൽ നിന്ന് സഭ രൂപപ്പെടുന്നു എന്നതും അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അടുത്തത് അംബ്രോസ് പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അംബ്രോസ് പിതാവാണ് വളരെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ഈ ജലം മാമോദീസായെയും ഈ രക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അംബ്രോസ് പിതാവ് അതിനോട് ചേർത്ത് പഠിപ്പിക്കുന്ന കാര്യം, ഈ ജലം ക്ലെൻസിങ്ങിനെ, ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുമ്പോൾ രക്തം നറിഷ്മെൻറ്റിനെ, പരിപോഷണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ജലവും രക്തവും നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കൂദാശകളുടെ തെളിവാണ്. പ്രത്യേകിച്ച് മാമോദീസായുടെ പരിശുദ്ധ കുർബാനയുടെ ഉത്ഭവഭാവത്തിൻ്റെ കറകളിൽ നിന്ന് നമ്മെ കഴുകി വെടിപ്പാക്കുന്ന മാമോദീസായുടെയും ആത്മീയ ഭോജനമായ സ്വർഗീയ അപ്പമായ സ്വർഗീയ മന്നയായ പരിശുദ്ധ കുർബാന, തിരുപ്പാതയമായ പരിശുദ്ധ കുർബാന നമ്മെ പരിപോഷിപ്പിക്കുന്ന കൂദാശ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നു ഈ കാര്യങ്ങൾ. ക്രിസോസ്തോം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ മരണത്തിൻ്റെ അടയാളം തേടിയവർക്ക് ലഭിച്ചത് ജീവൻ്റെ അടയാളം. ദേ വെർ സീക്കിംഗ് സൈൻ ഓഫ് ഡെത്ത് ബട്ട് ദേ റിസീവ്ഡ് സൈൻ ഓഫ് ലൈഫ്. മരണം അന്വേഷിച്ചവർക്ക് കണ്ടത് ജീവനാണ്. മരണം അന്വേഷിച്ചവർ കണ്ടത് ജീവനാണ്. എഫ്രേം പിതാവ് പറയുന്നു, വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ പൊട്ടിയ ഉറവയാണ് കർത്താവിൻ്റെ പാർശ്വം. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ തുറന്നു കിട്ടിയ ഉറവയാണ് കർത്താവിൻ്റെ പാർശ്വം. ദാഹിക്കുന്നവർ ആ ഉറവയിൽ നിന്ന് കുടിക്കട്ടെ. ഇഗ്നേഷ്യസ് പിതാവ് അമർത്യതയുടെ ഔഷധമാണ്. കർത്താവിൻ്റെ മരണത്തിൻ്റെ സമ്മാനമായി നൽകപ്പെട്ട ഈ പരിശുദ്ധ കുർബാന നിത്യതയുടെ ഔഷധമാണ്, മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് ഇഗ്നേഷ്യസ് പിതാവ് ഇതിനെ അവതരിപ്പിക്കുന്നത്. സഭയുടെ പഠിപ്പിലേക്ക് നമുക്ക് പോകാം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 766 ആവർത്തിച്ച് പഠിപ്പിക്കുന്നു, സഭ പിറവിയെടുക്കുന്നത് മിശിഹായുടെ ആത്മദാനത്തിൽ നിന്നാണ്. ചർച്ച് ഈസ് ബോൺ ഫ്രം ദ സെൽഫ് ഗിവിങ് ലവ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ സ്വയം സമർപ്പണത്തിൽ നിന്ന്, ആത്മദാനത്തിൽ നിന്നാണ് സഭ പിറവിയെടുക്കുന്നത്. CCC 1225 പറയുന്നു, ബാപ്റ്റിസം ഫ്ലോസ് ഫ്രം ദ പാസ്കൽ മിസ്റ്ററീസ്. രക്ഷാക രഹസ്യങ്ങളിൽ നിന്നാണ് മാമോദീസ ഒഴുകിയിറങ്ങുന്നത് നമ്മളിലേക്ക്. ലൂമൻ ജെൻസിയും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ ലൂമൻ ജെൻസിയും പഠിപ്പിക്കുന്ന കാര്യം, സഭ അവൻ്റെ ബലിയിൽ പിറവിയെടുക്കുന്നു. ചർച്ച് ഈസ് ബോൺ ഫ്രം ഹിസ് സാക്രിഫൈസ് ആൻഡ് ലിവ്സ് ബൈ ഹിസ് ഗ്രേസ്. തിരുസഭ കർത്താവിൻ്റെ ബലിയിൽ നിന്ന് പിറവിയെടുത്ത് അവൻ്റെ കൃപയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. തിരുസഭ ബോൺ ഫ്രം ഹിസ് സാക്രിഫൈസ് ആൻഡ് ലിവ്സ് ബൈ ഹിസ് ഗ്രേസ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഈ ചിന്തകളെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലോട്, അനുദിന വ്യാപാരങ്ങളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ മാർഗമുണ്ടല്ലോ, നിങ്ങളോട് ആവശ്യപ്പെടുന്ന പ്രാക്ടിക്കൽ കാര്യം, കുടുംബങ്ങളോട് എല്ലാവരോടുമായി പറയുന്നത്, കം ബാക്ക് ടു ദ സാക്രമെൻ്റൽ ലൈഫ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ സാക്രമെൻ്റൽ ലൈഫ്. കൂദാശ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ പ്രിയമുള്ളവരെ. 2 ഗണത്തിലുള്ള ആളുകളുണ്ട് നമുക്കിടയിൽ. ഒന്ന്, ഇതിനോടൊക്കെ തീർത്തും അകന്നു പോയവർ. നിങ്ങളുടെ ഉള്ളിൽ ഒരു അടങ്ങാത്ത ദാഹമുണ്ട്, ഒന്നിനും ശമിപ്പിക്കാൻ പറ്റാത്ത ദാഹം. ആ ദാഹം ശമിപ്പിക്കാൻ അന്ന് തുറന്ന ഉറവയ്ക്കേ കഴിയൂ. അത് കൂദാശകളിലാണ് ആ ഉറവയുടെ കൃപ നമ്മൾ സ്വീകരിക്കുന്നത്. കം ബാക്ക് ടു സാക്രമെൻ്റൽ ലൈഫ്. 2, ഒത്തിരി ഡിവോഷണൽ പ്രാക്ടീസിലേക്ക് ചതറിപ്പോയവർ, കൂദാശകളെ മറന്നിട്ട് ഭക്താഭ്യാസങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയവർ. മണ്ടത്തരമാണത്, അപകടമാണത്. അപ്രധാനമായവ പ്രധാനമാവുകയും ഏറ്റവും ആകേണ്ടത് അപ്രധാനമായി പോവുകയും ചെയ്യുന്ന അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. കം ബാക്ക് ടു ദ സാക്രമെൻ്റൽ ലൈഫ്. കൂദാശ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ വരാം. യുവജനങ്ങളോട് ഒരു പ്രത്യേക വിശേഷം പറയട്ടെ. ലോകം ഇന്ന് പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങളോട് പറയുന്നത്, ക്രിയേറ്റ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുക. അതുകൊണ്ട് ചിലരൊക്കെ പറയാറില്ലേ, സെൽഫ് മെയ്ഡ്.
എന്തോ വലിയ മെച്ചം പോലെയാണ് പറയുന്നത്. ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. ആര് ആര് ക്രിയേറ്റ് യുവർ സെൽഫ്, നിന്നെ തന്നെ രൂപപ്പെടുത്ത്. ബി എ സെൽഫ് മെയ്ഡ് മാൻ, ബി എ സെൽഫ് മെയ്ഡ് ഗേൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മറക്കരുത് പ്രിയമുള്ളവരെ. യു ആർ ബോൺ ഫ്രം ദ സൈഡ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് പിറവിയെടുത്തവനാ നീ. കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് പിറവിയെടുത്തവളാ നീ. അതാണ് നിൻ്റെ ഐഡൻറ്റിറ്റി. അതാണ് നിൻ്റെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി മറന്നിട്ട് നീ വീണ്ടും നിന്നെ രൂപപ്പെടുത്താൻ പോകുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫേക്കിങ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫേക്കിങ്. നമ്മൾ അഭിനയിക്കുകയാണ്, നടിക്കുകയാണ്. അരുത്. നിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് പിറവിയെടുത്തവൻ. കൂതാശകളിലേക്ക്, സഭയിലേക്ക് തിരികെ വരിക. നിങ്ങൾ ആരും ഓർക്കരുത് പ്രിയമുള്ള യുവജനങ്ങളെ, സഭ എന്നത് പെർഫെക്റ്റ് ആൾക്കാരുടെ ക്ലബ്ബാണെന്ന്, പെർഫെക്റ്റ് ആൾക്കാരുടെ കൂട്ടായ്മയാണെന്ന്, വിശുദ്ധരുടെ സമ്മേളനം നടക്കുന്ന സ്ഥലമാണെന്ന് അല്ല. മിശിഹായാൽ കഴുകി വെടിപ്പാക്കപ്പെട്ടവരുടെ, മിശിഹായാൽ ഊട്ടപ്പെടുന്നവരുടെ സ്ഥലമാണ് സഭ. മിശിഹായാൽ കഴുകി വെടിപ്പാക്കപ്പെട്ട് മിശിഹായാൽ ഊട്ടപ്പെടുന്നവരുടെ സമൂഹമാണ് സഭ. ആരാണിവിടെ അത്രമേൽ വിശുദ്ധർ? ആരുമല്ല. നമുക്കെല്ലാവർക്കും കറകളുണ്ട്, അഴുക്കുണ്ട്. ആ അഴുക്കും കറയും ആ ജലത്താലെ, തിരുജലത്താലെ കഴുകി വെടിപ്പാക്കി, തിരുരക്തത്താലെ, പരിശുദ്ധ ശരീരത്താലെ നമ്മളെ ഊട്ടുന്ന സ്ഥലമാണ് സഭ എന്നറിഞ്ഞ് നമുക്ക് സഭയിലേക്ക് തിരികെ വരാൻ കഴിയണം. ഇന്നത്തെ മാർഗം, ഞാൻ ഈ മാർഗത്തിൻ്റെ 39ാമത്തെ ദിവസം എത്തിയിട്ട് ഇതുവരെ അങ്ങനെ വലിയ കനത്തിൽ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നില്ലല്ലോ. നമ്മളിതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കയറാൻ പോവുകയാണ്. മാർഗത്തിൻ്റെ അവസാന നാളുകളിലേക്ക് മെല്ലെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, അധിക പ്രാർത്ഥന ആവശ്യമുണ്ട്, ഇനിയും പ്രാർത്ഥിക്കുക. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഹോംവർക്ക് പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് പറയുന്ന പാടെ ഒത്തിരി പേര് അത് കമൻറ്റിലിടുന്നുണ്ട്. ഈ പറയുന്ന 5 ഹോംവർക്കുകൾ കമൻറ്റ് സെക്ഷനിൽ പറ്റുന്നിടത്തോളം പേരിടുക. എന്നിട്ട് വേറെ ഒരു കമൻറ്റ് ഇടണം. അതായത് ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ്. ഒന്നുകിൽ പറയാം ഐ വിൽ ഡു ദോസ് ഹോംവർക്ക്സ്, ഞാൻ ആ ഹോംവർക്കുകൾ ചെയ്യും. അതൊരു വാഗ്ദാനമാണ്, എനിക്കല്ല, കർത്താവിന് കൊടുക്കുന്നൊരു ഉറപ്പാണ്, സ്വർഗത്തിന് കൊടുക്കുന്ന ഉറപ്പാണ്, ഞാനത് ചെയ്യും. ഇനി ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ചെയ്തിട്ട് ഐ ഹാവ് ഡൺ ഇറ്റ്, ഞാനത് ചെയ്തു എന്ന്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യുമെന്ന് ഡിസിഷൻ ഇടാം, അതിൻ്റെ പിന്നാലെ ചെയ്തുവെന്ന് ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഒന്ന്, നിങ്ങളുടെ ഭാഗത്തൊരു ഡിസ്പോസിഷൻ വരികയാണ്, ഒരു താല്പര്യം ഉണ്ടാകുകയാണ്. 2, ഇതിനകത്തൊരു സുവിശേഷ പ്രഘോഷണമുണ്ട്. ഞാൻ ഈ ഒറ്റയ്ക്ക് പറയുന്നതിനേക്കാൾ നമ്മളെല്ലാവരും കൂടെ കൂട്ടായ്മയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയാണ് നിങ്ങൾ ആ ചെയ്യുന്നത്, നിങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ലളിതമാണ്. ഒന്നാമത്തത് ഒരുക്കമുള്ള ഒരു നല്ല കുമ്പസാരം ഈ ദിവസങ്ങളിൽ നടത്തണം. വിശുദ്ധവാരം അങ്ങ് എത്താൻ പെസഹ വ്യാഴ്ചയുടെ തലേദിവസം കുമ്പസാരിക്കാൻ ഇരിക്കേണ്ട. മാർഗത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെങ്കിലും ഈ ദിവസങ്ങളിൽ ഒരുക്കമുള്ള, നമ്മുടെ തന്നെ ഒരു വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലുണ്ട്. കുമ്പസാരത്തിന് നിങ്ങളെ നന്നായിട്ട് ഒരുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കി. അത് ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ കുട്ടികൾ നിങ്ങൾക്കത് അയച്ചു തരും. അത് കേട്ട് സമയമെടുത്ത് ഒരു നല്ല കുമ്പസാരം ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടെ നടത്തണം. 2, അധിക തീക്ഷ്ണതയോടെ, അധിക താല്പര്യത്തോടെ ഈ ധ്യാനങ്ങളൊക്കെ വെച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണെന്ന്, അവൻ്റെ പാർശ്വം പിളർന്നൊഴുകിയിറങ്ങുന്ന രക്തവും ജലവും എന്നെ പൊതിയുന്നു എന്ന ധ്യാനത്തോടെ അത്രമേൽ ഇൻറ്റൻസ് ആയിട്ട് ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കണം. 3, 10 മിനിറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈസ്റ്റർ വരെയെങ്കിലും 10 മിനിറ്റ് എല്ലാം മാറ്റി വെച്ചിട്ട്, ഒന്നും വേണ്ട, വെറുതെ സിറ്റ് ക്വയറ്റ്, ലെറ്റ് യുവർ ഹാർട്ട് മീറ്റ് ദ ഹാർട്ട് ഓഫ് ജീസസ്. നിൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തെ കണ്ടുമുട്ടട്ടെ. നിശബ്ദതയിൽ 10 മിനിറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെലവഴിക്കണം. നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് വരിക, അതിനുള്ള ഒരുക്കമാണത്. 4, ഒരല്പം കൂടെ പ്രാക്ടിക്കലാണ്, ഒരല്പം കഷ്ടപ്പാടാണ്. 4, ഒരാളോട് ക്ഷമിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാമോ എന്ന് ചോദിക്കുകയൊന്നും വേണ്ട. അകന്നു പോയൊരു ബന്ധം ഒന്ന് മിണ്ടി തുടങ്ങാമോ, ഒരു ഹായ് അയക്കാമോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, സുഖമാണോ എന്ന് ചോദിക്കാം.
ഒരാളോട് ഒന്ന് ക്ഷമിക്കുക. ക്ഷമിക്കുന്ന രീതി ഇങ്ങനെയൊക്കെ മതി. നേരെ നമുക്ക് പോയി എന്നോട് ക്ഷമിക്കുക, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാൻ രസമില്ലായിരിക്കും, അതിനകത്തൊരു ഭംഗിയില്ല. വെറുതെ ഒത്തിരി കാലമായി മിണ്ടിയിട്ട് അങ്ങനെ മിണ്ടാതെ ആയതിൻ്റെ പുറകിൽ ഈ പറഞ്ഞൊരു അകൽച്ചയുണ്ട് താനും. ഒരു മെസ്സേജ്, ഒരു പ്രാർത്ഥന, കാഷ്വലായിട്ട് ഒന്ന് മിണ്ടി തുടങ്ങുക. അഞ്ചാമത്തത്, ഈ പ്രാർത്ഥന, ഈ ചൊല്ലിത്തരുന്ന സുഹൃദേവം ചൊല്ലി പ്രാർത്ഥിക്കുക. ചൊല്ലിത്തരുന്ന സുഹൃദേവം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. ഓ ഓപ്പൺ ഹാർട്ട് ഓഫ് ജീസസ്, ഓപ്പൺ മൈ ഹാർട്ട് ടു യുവർ ഹാർട്ട്. ഓ ഓപ്പൺ ഹാർട്ട് ഓഫ് ജീസസ്, ഓപ്പൺ മൈ ഹാർട്ട് ടു യുവർ ഹാർട്ട്. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയമേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയത്തിലേക്ക് തുറക്കണമേ. ഓ ഓപ്പൺ ഹാർട്ട് ഓഫ് ജീസസ്, ഓപ്പൺ മൈ ഹാർട്ട് ടു യുവർ ഹാർട്ട്. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയമേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയത്തിലേക്ക് തുറക്കണമേ. അടഞ്ഞുപോയ എൻ്റെ ഹൃദയത്തെ നിൻ്റെ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് തുറക്കാൻ എന്നെ ഒരുക്കണേ. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയിറങ്ങുന്ന രക്തവും ജലവും എൻ്റെ ഹൃദയത്തിൽ നിറയുകയും നിൻ്റെ സ്നേഹത്തിൽ ഞാൻ ലയിക്കുകയും ചേരുമല്ലോ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഫീഡ് മൈ ഷീപ്പിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ടീമിനെ, കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ഓർക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങളെ പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ ഇടവക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ കുട്ടികൾക്ക്, യൂത്തിനൊക്കെ ധ്യാനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ധ്യാനത്തിന് അധിക എനർജി വേണം, കുട്ടികൾക്കും യൂത്തിനുമൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, നിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെ വയ്ക്കുന്നു ഈശോയെ. നിൻ്റെ തുളയ്ക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നൊഴുകിയിറങ്ങുന്ന രക്തവും ജലവും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയമുള്ളവരെയും സഭ മുഴുവനെയും കഴുകി വെടിപ്പാക്കുകയും നിനക്കായി നേടിയെടുക്കുകയും ചെയ്യട്ടെ ഈശോ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കൃപയൊഴുകട്ടെ കർത്താവേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.